ഈ അന്യഭാഷാ സിനിമകൾ നമ്മുടെ കേരളത്തിൽ വന്നിട്ട് കളക്ഷൻ വാരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര പുതുമയുള്ള കാര്യമല്ല. നമ്മൾ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇപ്പൊ നമ്മുടെ മലയാളികളോട്, അതായത് നമ്മുടെ ചെറുപ്പക്കാരോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മലയാള താരങ്ങളെക്കാൾ അവർക്ക് കൂടുതൽ ഇഷ്ടം ചിലപ്പം മറ്റ് ഭാഷയിലുള്ള താരങ്ങളായിരിക്കും. നമ്മുടെ വിജയ്, സൂര്യ, അതുപോലെ അല്ലു അർജുൻ തുടങ്ങിയ താരങ്ങളൊക്കെ ആയിരിക്കും ഇഷ്ടം. അപ്പോൾ കേരളത്തിൽ അത്തരം സിനിമകൾ കളക്ഷൻ വാരിക്കൊണ്ട് പോകുന്നത് നമ്മൾ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമ്മുടെ സിനിമകൾ, നമ്മുടെ മലയാള സിനിമകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയിട്ട് കളക്ഷൻ വാരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പുതുമയുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഈ അടുത്ത് നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് ആ ഒരു പ്രതിഭാസം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാലോ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലാണ് ഈ ഒരു കളക്ഷൻ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ മലയാള സിനിമകൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നതേ നമ്മുടെ തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ വാരിയ മലയാള സിനിമകളുടെ ഒരു ലിസ്റ്റാണ് കേട്ടോ. 10 സിനിമകളുടെ കാര്യം നമുക്ക് പറയാം. പിന്നെ വേറൊരു കാര്യമുണ്ടേ, നമുക്ക് നന്നായിട്ട് തമിഴ് മനസ്സിലാവും, നമുക്ക് തമിഴ് പേസ തരും അല്ലേ, കറക്റ്റ് അല്ലേ? അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ തമിഴ് സിനിമകൾ ഇവിടെ റിലീസായി കഴിഞ്ഞാൽ നമുക്ക് സബ് ടൈറ്റിൽ പോലും വേണ്ട കാര്യമില്ല. നമുക്ക് കണ്ട് കേട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു ഗ്രാഹ്യം നമ്മൾ മലയാളികൾക്കുണ്ട്. പക്ഷെ തമിഴ്നാടിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ഈ മലയാളം മനസ്സിലാക്കി അത് അവർക്ക് ആ ഒരു സിനിമ പൂർണ്ണമായിട്ട് മനസ്സിലാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്ന് തന്നെ പറയണം കേട്ടോ. അതൊരു സത്യമായ കാര്യം തന്നെയാണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് പിന്നെ ഞാൻ ഈ പറയാൻ പോകുന്ന സിനിമകൾ ഡബ് ചെയ്ത്, അതായത് തമിഴിലേക്ക് ഡബ് ചെയ്ത് ഇറക്കിയ സിനിമകൾ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഏറ്റവും കൂടുതൽ മലയാള സിനിമകൾ തമിഴ്നാട്ടിൽ കളക്ഷൻ വാരിയ സിനിമകൾ ഏതൊക്കെയാണ്. അപ്പോൾ 10ാം സ്ഥാനത്തുള്ളത് നമ്മുടെ വിനീത് ശ്രീനിവാസന്റെ ഹൃദയം സിനിമയാണ് കേട്ടോ. 2.13 കോടി രൂപയാണ് തമിഴ്നാട്ടിൽ നിന്ന് മാത്രം ഈ ഒരു സിനിമ കളക്ട് ചെയ്തത്. 9ാം സ്ഥാനത്തുള്ളത് 2018 മൂവിയാണ്. നമ്മുടെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമയാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ 2.25 കോടി രൂപയാണ് ഈ ഒരു സിനിമ നേടിയത്. ഇനി 8ാം സ്ഥാനത്ത് നമ്മുടെ ഭ്രമയുഗമാണ്. ഭ്രമയുഗം 2.35 കോടി രൂപയാണ് കേട്ടോ. 7ാം സ്ഥാനത്തുള്ളത് നമ്മുടെ ലാലേട്ടന്റെ ലൂസിഫർ ആണ്. 2.4 കോടി രൂപയാണ് ഈ ഒരു സിനിമ നേടിയിരിക്കുന്നത്. 6ാം സ്ഥാനത്തുള്ളത് നമ്മുടെ ദുൽഖർ സൽമാന്റെ കിങ് ഓഫ് കൊത്ത. 2.6 കോടി രൂപയാണ് ഈ ഒരു സിനിമ നേടിയിരിക്കുന്നത്. അപ്പൊ ഇതുവരെ പറഞ്ഞതൊക്കെ ഒരു 2ന്റെ കളിയായിരുന്നു. അപ്പൊ ഇനി അതിൽ നിന്ന് മുകളിലേക്ക് കയറാൻ പോവാണ്. 5ാം സ്ഥാനത്തുള്ളത് നമ്മുടെ പുലിമുരുകനാണ് കേട്ടോ, ലാലേട്ടന്റെ. അപ്പോൾ 4.76 കോടി രൂപയാണ് പുലിമുരുകൻ തമിഴ്നാട്ടിൽ നിന്ന് മാത്രം നേടിയത്. എന്നാലും ചോദിക്കേ, 2016 ഇറങ്ങിയ ഒരു സിനിമയാണ്. ഇപ്പോഴും റെക്കോർഡുകളുടെ കാര്യത്തിൽ ആ ഒരു സിനിമയെ കവച്ചു വെക്കാനായിട്ട് പുതിയ സിനിമകൾ ഈ അടുത്താണ് നമ്മൾ അതിനെയൊക്കെ തകർത്തുകൊണ്ട് സിനിമകൾ വന്നു തുടങ്ങിയത്. അപ്പം അതൊരു ഒരു മൈൽ സ്റ്റോൺ തന്നെയായിരുന്നു ആ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇനി 4ാം സ്ഥാനത്തുള്ളത് ഈ അടുത്ത് റിലീസായ നമ്മുടെ മലയാളത്തിൽ നിന്ന് ഏറ്റവും വേഗതയിൽ 100 കോടി കളക്ഷൻ നേടിയ നമ്മുടെ പൃഥ്വിരാജ് സുകുമാരന്റെ ആടുജീവിതം ഇപ്പോഴും റണ്ണിങ് ആണ്. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഈ 4ാം സ്ഥാനത്ത് നിന്ന് എന്തായാലും ഒരു 2ാം സ്ഥാനത്തേക്ക് വരാനുള്ള എല്ലാവിധ സാധ്യതകളും കാണുന്നുണ്ട്. അപ്പോൾ കറന്റ് ഇപ്പൊ നമ്മുടെ ആടുജീവിതത്തിന്റെ കളക്ഷൻ, തമിഴ്നാട്ടിലെ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5.05 കോടി രൂപയാണ് കേട്ടോ. ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഇത്രയും കളക്ട് ചെയ്തു. പിന്നെ 3ാം സ്ഥാനത്തുള്ളത് വീണ്ടും നമ്മുടെ ദുൽഖർ സൽമാന്റെ കുറുപ്പ് സിനിമയാണ്. 5.85 കോടി രൂപയാണ് കുറുപ്പിന്റെ കളക്ഷൻ. 2ാം സ്ഥാനത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സിനിമയാണ് നമ്മുടെ പ്രേമലു. തെലുങ്കിലും പ്രേമലുവിന് നല്ലൊരു കളക്ഷൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം തമിഴ്നാട്ടിലെ കളക്ഷൻ നോക്കുവാണെങ്കിൽ 10.32 കോടി രൂപയാണ് തമിഴ്നാട്ടിൽ നിന്ന് മാത്രം നമ്മുടെ പ്രേമലു നേടിയത് കേട്ടോ. അതൊരു വലിയ മൈൽ സ്റ്റോൺ തന്നെയാണ്. കാര്യം നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ 10 കോടി കളക്ഷൻ കിട്ടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ചെറിയ കാര്യമല്ല. അപ്പൊ അങ്ങനെ ആയിരിക്കുന്ന സാഹചര്യത്തിലാണ് അങ്ങ് തമിഴ്നാട്ടിൽ പോയി 10 കോടി കളക്ട് ചെയ്തത്. അപ്പോൾ ഇനി 1ാം സ്ഥാനത്ത് ആര്, നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, നമ്മുടെ കൺമണി അൻപോട്. യെസ്, നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് തന്നെയാണ്. മഞ്ഞുമൽ ബോയ്സ് സീൻ മാറ്റുമെന്ന് പറഞ്ഞു, സീൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ തമിഴ്നാട്ടിലൊരു വലിയ കളക്ഷൻ, സൂര്യയുടെ തമിഴ്നാട്ടിലെ ലൈഫ് ടൈം കളക്ഷനൊക്കെ ഈ ഒരു സിനിമ ബ്രേക്ക് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ മഞ്ഞുമൽ ബോയ്സിന്റെ കളക്ഷൻ നോക്കുവാണെങ്കിൽ 62.65 കോടി രൂപയാണ് മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടിൽ നിന്ന് മാത്രം കളക്ട് ചെയ്തത്. എൻ്റെ മോനെ, ഒരു വലിയ തുക തന്നെയാണ്. ഏതായാലും അതിനെ ഇനി ബീറ്റ് ചെയ്യാനായിട്ട് ഒരു മലയാള സിനിമകൾ സാധിക്കുമോ എന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയണം. നമുക്ക് കണ്ടു തന്നെ അറിയാം അല്ലേ. ആടുജീവിതം എനിക്ക് തോന്നുന്നു അത്രയൊക്കെ ബ്രേക്ക് ചെയ്യുമെന്ന് തോന്നുന്നില്ല. 62 കോടി വരെയൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് കളക്ട് ചെയ്യാൻ പാകത്തുള്ള സിനിമകളൊക്കെ ഇനി വരണം. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് കളക്ട് ചെയ്ത 10 സിനിമകളുടെ ലിസ്റ്റ്.